ആര്? ശേഖരം മുതലാളിയോ? എന്താ ഒരു പുച്ഛരസം? വെക്കണോടെ ഒരു കൊലപ്പുള്ളിയോട് അത്ര ആദരവ് വേണ്ട. കൊലപ്പുള്ളിയോ? ഹലോ, സബ് ഇൻസ്പെക്ടർ ഹിയർ. ആര്? ഹേമയോ? ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഒരു നിമിഷം, നിങ്ങളുടെ മകളാണ്, സംസാരിക്കണം. എന്താ മിസ്റ്റർ, എന്നെ നിർത്തി അവമാനിക്കുകയാണോ? അല്ല, ബഹുമാനിക്കുകയാണ്. പിന്നെ വിളിക്കാം. മിസ്റ്റർ, ഇവിടെ ഇരുന്നിട്ടുള്ള ഓഫീസർമാരെല്ലാം എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഓഹോ, നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. എന്റെ കുറെ തൊഴിലാളികളെയാണ് നിങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തൊഴിലാളികളോ? ഇവരൊക്കെ കൊള്ളക്കാരല്ലേ? നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്ത പട്ടികളാണ് ഇവരൊക്കെ. അവരുടെ പേരിലുള്ള കേസ് എന്തെന്നറിയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. തൽക്കാലം അറസ്റ്റ് ചെയ്തത് ഒരാളെ ആക്രമിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മതി. ബെയിലുകളാണല്ലോ. അവർ ജാമ്യത്തിൽ ഇറക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളാരും ജാമ്യത്തിൽ ഇറക്കും? എടോ ഇൻസ്പെക്ടർ, ഒന്നിലധികം കൊലക്കുറ്റം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രധാന കണ്ണിയാണ് നിങ്ങൾ. നിങ്ങളെ ഈ പുറത്തുവിടാൻ സാധ്യമല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. എടോ ഇൻസ്പെക്ടർ, ഞാനൊരു വിഡ്ഢിയല്ല. എന്താ? ഇംഗ്ലീഷ് അറിയില്ലേ? വായിച്ചു നോക്ക്. ഇക്കാര്യത്തിൽ ആരുടെയും ശുപാർശ ഞാൻ സ്വീകരിക്കില്ല. തനിക്കെന്ത് ശമ്പളമുണ്ട്? അത് ചോദിക്കാൻ താരാര്? തന്നേക്കാൾ ശമ്പളവും അധികാരവുമുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരമാണിത്. മുൻകൂർ ജാമ്യം. എന്താ, അറസ്റ്റ് ചെയ്യുന്നില്ലേ? തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്റെ ജോലിക്കാരെ ജാമ്യത്തിൽ ഇറക്കണം. അവരെ ഞാൻ കോടതിയിൽ ഹാജരാക്കും. ശരി, കാണാം. ഒന്നാറ്റു ഇവരെ ലോക്കപ്പിലാക്കൂ. നീയും ആ സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രനുമായിട്ട് എന്താണ് ബന്ധം? ജയേട്ടൻ എന്റെ കോളേജ് മേറ്റാണ്. കാമുകനാണെന്ന് തെളിയിച്ച് പറയടി. ജയേട്ടൻ എനിക്കിഷ്ടമാണ്. രഘു, രഘു, ഇവളെ കൊണ്ടുപോയി മുകളിലത്തെ മുറി കൊണ്ടുപോയി പൂട്ടിയിട്ട് താക്കോലുണ്ട്. കൊണ്ടുപോ. ഹലോ ഹലോ. ഇതിനെന്താ? 1 രൂപ. 1 രൂപ കൊള്ളാം. കപ്പലണ്ടി എന്ത് വില? 75 പൈസ. 75 പൈസ. അപ്പൊ ഇത് വേണ്ട. ശരി. ബാക്കി തരൂ. ബാക്കിയോ? എടോ, 1 രൂപയുടെ ഈ ബിസ്ക്കറ്റ് തിരിച്ചു വന്നിട്ടല്ലേ 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചത് അല്ലേ? അപ്പൊ ബാക്കി 25 പൈസ തരൂ. നിങ്ങള് ഒരു ഭയങ്കര വിളിച്ചതാ. നിനക്ക് പറഞ്ഞു മനസ്സിലായി? അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമസ്കാരം സർ. നമസ്കാരം. എന്താ സാർ? ഞാൻ 1 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഇത് വേണ്ടാന്ന് തിരിച്ചു കൊടുത്തു. 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചു. ബാക്കി 25 പൈസ വെച്ച് ഇയാൾ തരുന്നില്ല. 1 രൂപയുടെ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് 75 പൈസയുടെ സാധനം മേടിച്ചു. ബാക്കി 30 പൈസ കൊടുക്കണോ? അതെ. തരുവ. 1 രൂപയുടെ സാധനം അങ്ങോട്ട് തന്നിട്ടല്ലേ 75 പൈസയുടെ സാധനം വാങ്ങിച്ചത്? അതെ. ബാക്കി 30 പൈസ കൊടുക്കൂ. തരുവേ. എന്തൊന്ന് ആലോചിച്ചോണ്ടിരിക്കാനുള്ളത്? വെട്ടിപ്പം തട്ടിപ്പോയി ഇറങ്ങിയിരിക്കാണോ? അല്ല ബിസിനസ് അറിയാം. അല്ല നിങ്ങൾക്ക് അവൻ ആള് മനസ്സിലായില്ല. അല്ല ആളെ മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലായി സാർ, അബദ്ധം പറ്റി പോയാ സാർ. അല്ല മാന്യന്മാരായിട്ട് കളിച്ചിരുന്ന അതിന്റെ ദോഷം മനസ്സിലാക്കി ആർക്കും പറ്റും സാർ.
നിനക്ക് പട്ടിയുടെ സ്വഭാവമാണ്. എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നണം. എന്നെ വെട്ടിച്ച് രൂപ വെച്ച സ്ഥലം പോകാം. നീ എന്തോടാ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നത്? അത് കാണാനോട്ടൊന്നുമല്ല. അന്തസ്സുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ പാക്കറ്റിൽ നിന്ന് അടിച്ചതാ. ഡേയ്, നോട്ടിൽ എഴുതാതെ, നോട്ട് മാറൂല. എന്തുവാ? ഐഡിയ. അപ്പോ മാവോ, ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നേ? തരക്കേടില്ലാതെ എങ്ങനെ നടന്നു പോകുന്നു. ഇതിനെന്ത് വില? അതിന് 2 രൂപ. കിലോനോ? കിലോനോ? ഒന്നിന്. ഒന്നിനോ? മുടിഞ്ഞ വില. ഒരു 3 എടുത്ത് പോയി പാക്ക്. വലിയ വിലയുള്ള അമ്മാവാ. അമ്മാവാ കോമണകല്ലേ? ഇല്ലല്ലേ? എന്നാ ബാക്കിയാ അമ്മാവാ. എന്നാ അത് നോക്കില്ല. അതിനെന്താ വില? അപ്പുറത്ത് ഇതിനാ 5 രൂപ. പിന്നെ വരാം അമ്മാവ, ട്രെയിൻ കിട്ടില്ല. പോയി. ഈ മുണ്ടിന് എന്ത് വില? 10 രൂപ. ഈ പന്ന മുണ്ടിന് 10 രൂപ. പന്ന കൊണ്ടല്ല, കൈത്തറിയാ. 10 ബാക്കി എടു. എന്താ പണം തന്നു? ഒരു 20 രൂപ കൊണ്ട് നുണ പറയല്ലേ നീ? ഒരു 20 രൂപ തന്നില്ലെന്ന്. തൊട്ടില്ലേ? ബാക്കി വേണം. പറയല്ലേ? എന്താ പ്രശ്നം? സാറന്മാരെ ഒരു 20 രൂപ നോട്ട് കൊടുത്തിട്ട് 10 രൂപയുടെ മുണ്ട് വാങ്ങിച്ചു. ബാക്കി തരുന്നില്ല. രൂപ തന്നില്ലെന്ന്. സാറേ, ഒരു 20 രൂപ നോട്ട് ഞാൻ കൊടുത്തു. ആ ബാഗിനകത്തുണ്ട്. ബാഗ് നോക്കാൻ പറയണം. ആ ബാഗ് നോക്കാൻ പറയണം. നോക്കണം. അതിനകത്ത് പീറ്റർ എന്റെ പേരാ എഴുതിയിട്ടുണ്ട്. നോക്കണം. അപമാനിക്കുന്നു. എന്തോന്നാ? പിന്നെ ഈ പണി ഒന്ന് ഇവിടെ വെച്ച് നടത്തേക്ക്. പറ്റിച്ചു പരമദ്രോഹി. നീ ഏതാ കുഞ്ഞി? എന്തിനാ കരയുന്നത്? എന്റെ ഈ കൈ നഷ്ടപ്പെടുത്തിയ ശേഖരൻ മുതലാളിയുടെ ഏക മകൾ ഹേമ. അപ്പോൾ ഇവൾ രഹസ്യം അറിയാൻ വന്നതാണ്. ഇവളെ വെറുതെ വിടരുത്. ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താലും സഹിക്കാൻ തയ്യാറായി വന്നവളാണ്. ഏതായാലും ഇനി ഞാൻ വീട്ടിലേക്കില്ല. ഹേമ, ജയേട്ട എന്നോട് ക്ഷമിക്കൂ. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടു തടങ്കലിലായിപ്പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. ചേച്ചി എനിക്ക് പരിചയമില്ല. നിന്റെ അച്ഛനറിയാം.